വടക്കൻ ഗസയിൽ ഇസ്രായേൽ ഹമാസ് സംഘട്ടനം നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ കനത്തിരിക്കുകയാണ്. ഇസ്രായേലിന് നിരവധി സൈനികരെ ഈ അടുത്ത ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു എന്നൊരു കണക്ക് വരുന്നു. ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ 40ഓളം ഇസ്രായേലി സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ അവസാന ലാപ്പിൽ ഇസ്രായേലിന് ഇത്രയേറെ സൈനികരെ നഷ്ടമാകുന്നത്? അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന് എത്ര സൈനികരെ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? സത്യസന്ധമായ കണക്ക് ഹമാസ് പറയുന്നതാണോ അതോ ഇസ്രായേലി സൈന്യം പറയുന്നതാണോ ശരി? ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലിന് യുദ്ധത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നിരവധി സൈനികരെ നഷ്ടപ്പെടുന്നുണ്ട്. ഹമാസിൻ്റെ ഒളിപ്പോർ യുദ്ധം, കരയുദ്ധം എന്നിവ സഹിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. ഈസ്റ്റേൺ ജബാലിയയിലാണ് ഏറ്റവും കനത്ത ഇസ്രായേലി സൈനികർക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ മർക്കോവ ടാങ്കുകളാണ് അവരെ ഇത്രയേറെ സൈനികരെ കൊന്നിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്തി. സാധാരണക്കാരെ ആണെങ്കിലും ഹമാസിൻ്റെ സൈനികരെ ആണെങ്കിലും വ്യോമാക്രമണങ്ങളിലൂടെ അവർ നിരവധി കൊന്നൊടുക്കിയെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കരയുദ്ധം ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു. അവ തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് യുദ്ധനിരീക്ഷകർ യുദ്ധത്തിന് മുമ്പേ പറഞ്ഞിരുന്നു. ഏതായാലും 5541 പേർക്ക് മാരകമായി പരുക്കേറ്റ വിവരം ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ 824 സൈനികർ ഇതുവരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി നൽകുന്ന കണക്ക്. ഇത് ഗസയിലെ കണക്ക് മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, ലെബനോൻ, പിന്നെ ഇസ്രായേലിനുള്ളിൽ ഹമാസ്, ഈ ഹിസ്ബുള്ളയും ഹൂത്തികളും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ എല്ലാം കൂടി പറയുന്ന കണക്ക് അതാണ്. പക്ഷേ ഹമാസ് പറയുന്നത് ഇതിൻ്റെ 4-5 ഇരട്ടി സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50,000-ഓളം ഇസ്രായേലി സൈനികർക്ക് അംഗവൈകല്യം സംഭവിച്ചു എന്നൊക്കെ ഹമാസ് അവകാശപ്പെടുന്നുണ്ട്. ഏതാണ് സത്യമെന്നുള്ള കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വലിയ സംഘട്ടനങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപാട് സാധാരണക്കാരെയും ഒരുപാട് സൈനികരെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. മിഡിൽ ഈസ്റ്റ് മുഴുവനും ഈ വിഷയത്തിൽ കത്തി നിൽക്കുകയാണ്. എന്നിട്ടും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.